NSSനെതിരെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത്. നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടന RSSകാർ നേതൃത്വം നൽകിയ അയ്യപ്പ ജ്യോതിയെ പിന്തുണച്ചു. ഏതിൽ നിന്നൊക്കെയാണ് സമദൂരമെന്ന് പരിശോധിക്കണമെന്നും വനിതാ മതിലിന്റെ കാര്യത്തിൽ അവർക്ക് ഇരട്ടത്താപ്പെന്നും പേരെടുത്ത് പറയാതെ മുഖ്യമന്ത്രി വിമർശിച്ചു. മന്നത്ത് പത്മനാഭന്റെ പ്രക്ഷോഭങ്ങൾ ഇന്നും പ്രസക്തമാണ്. വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷത വേണ്ടിടത്ത് പക്ഷം ചേരുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്നും ആരോടും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നിലപാട് സ്വീകരിക്കുകയാണെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വിമർശിച്ചിരുന്നു. ആരും സർക്കാരിനെ കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ടെന്നും അതൊക്കെ ഇവിടെ വേണ്ടെന്നും മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചിരുന്നു. നവോത്ഥാനം നടപ്പാക്കുമ്പോൾ എതിർപ്പുണ്ടാകുക എന്നത് സ്വാഭാവികമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും വിമർശനം നടത്തിയത്. ശബരിമലയിലെ പോലീസ് നടപടിയെയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. ആരാധനാ പരിസരത്ത് പോലീസ് ഇടപെടലിന് പരിമിതികളുണ്ട്. ശബരിമലയിൽ പോലീസ് ഇടപെട്ടാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക സർക്കാരിന്റെ അജണ്ടയല്ല. മനീതി സംഘം സ്വന്തം നിലയിൽ പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. അവരാരും തന്നെ വന്ന് കണ്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത്തരത്തിൽ ധാരാളം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വനിതാ മതിൽ വൻ വിജയമാകും. അതിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു സംഘടനയ്ക്കും ആരെയും വിലക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും ആവില്ല. മതിൽ അനിവാര്യമാണ്. മതിൽ വൻമതിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിലാണ് വനിതാ മതിൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് വർഗസമരത്തിന്റെ ഭാഗമാണെന്നും അത് കമ്മ്യൂണിസ്റ്റ് രീതിയിലാണെന്നും VSന്റെ വിമർശനത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ മതിലിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ആർക്കെതിരെയും നടപടിയുണ്ടാകില്ല. അങ്ങനെ വലതും ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതി എഴുതി തന്നാൽ നടപടിയെടുക്കും. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാണ് ഇത് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.